പ്രവാസികളുടെ പ്രശ്നത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും അലംഭാവം കാണിക്കുന്നുവെന്ന പരാതിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഉറച്ച നിലപാടിലല്ലെന്നാണ് പ്രവാസികളുടെ വിമർശനം. വോട്ടവകാശം, വിമാനക്കൂലി, ഗൾഫിലെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളിൽ ഒരുമിച്ചുള്ള നടപടി വേണമെന്നാണ് ഗൾഫ് മലയാളികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ആവശ്യപ്പെടുന്നത്. ഗൾഫിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക സംഘടനകളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോട് ആഭിമുഖ്യമുള്ളവരാണ്. പാർട്ടികൾ തമ്മിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമെന്നാണ് വിമർശനം. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രവാസികൾ ഏറ്റവും വെല്ലുവിളികൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്തുവാനായി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളിൽ അതീവ സമ്മർദ്ദം ചെലുത്തിയാലേ നടക്കുകയുള്ളൂ. രാഷ്ട്രീയം മറന്നൊരുമിച്ചാൽ മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാനാകൂ എന്ന നിലപാടിൽ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തകരും. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായ പ്രവാസികൾക്ക് വേണ്ടി കൊടിയും മറന്ന്, പ്രദേശം മറന്ന്, രാഷ്ട്രീയ പാർട്ടി മറന്ന് നമ്മളെല്ലാം പ്രവാസികൾക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു കാലഘട്ടമായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എല്ലാവരും പ്രവാസികളെ സ്നേഹിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രവാസി വീണ്ടും പടിപടിയാവും എന്നുള്ള യാതൊരു സംശയമില്ല. പ്രവാസികളുടെ പ്രശ്നങ്ങൾ ജനകീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ തയ്യാറാകണം. പ്രവാസികളുടെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ആര് വന്നു കഴിഞ്ഞാലും മാറ്റമില്ലെന്ന അവസ്ഥ മാറേണ്ടതുണ്ട്. അപ്പം അതിന് പ്രവാസികൾ കൂട്ടമായിരുന്നു കൊണ്ട് ജനകീയ വിഷയങ്ങൾ, പ്രവാസികളുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി സാധിക്കണം. ഗൾഫിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും വലിയ പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സംഘടനാ പ്രവർത്തകർ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ വേണ്ടവിധം ചർച്ച ചെയ്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അതൊരു തിരിച്ചടിയാകും. ബിനോസ് കൊട്ടാരക്കര, മീഡിയ 1, മസ്കറ്റ്.